സെക്രട്ടറി തോമസ് തോട്ടപ്പള്ളി, KCCO സ്പിരിച്വൽ അഡ്വൈസർ ബഹുമാന്യനായ ഫാദർ സ്റ്റീഫൻ കണ്ടാരപ്പള്ളി, KCOയുടെ ഇതര ഭാരവാഹികളെ, KCCOയുടെ മുൻ അധ്യക്ഷനും എനിക്ക് ജ്യേഷ്ഠതുല്യനുമായ ശ്രീ സജീവ് വയലിംഗൽ, KCCOയുടെ എൻ്റെ സഹപ്രവർത്തകരെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മെൽബേണിലെ എൻ്റെ ജ്ഞാനായ സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, ആദ്യമായി KCCOയ്ക്ക് ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്നതിൽ നിങ്ങൾക്ക് ഏവർക്കും, പ്രത്യേകിച്ച് KCCOയുടെ നേതൃത്വത്തിനും ഒരായിരം നന്ദി പറയുന്നു. ഓഷ്യാനയിലെ 2016 കാലഘട്ടത്തിലെ KCCO നേതൃത്വത്തെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പും അവരുടെ ആദ്യത്തെ നാഷണൽ കൗൺസിൽ മീറ്റിങ്ങും എവിടെ നടത്തണമെന്ന് കഴിഞ്ഞ KCCO എക്സിക്യൂട്ടീവിൽ ചർച്ചയുണ്ടായപ്പോൾ യാതൊരു സംശയത്തിനും ഇട നൽകാതെ എല്ലാവരും ഒരേ സ്വരത്തിൽ നിർദ്ദേശിച്ച പേരായിരുന്നു മെൽബൺ. അതിന് തക്കതായ കാരണങ്ങളുണ്ടായിരുന്നു. ഓഷ്യാനയിലെ ഏറ്റവും വലിയ ജ്ഞാനായ സമൂഹം എന്ന നിലയിലും നമ്മുടെ സമുദായത്തിന്റെ തനത് ആചാരങ്ങളും പൈതൃകവുമെല്ലാം അതേ രൂപത്തിൽ കാത്തുസൂക്ഷിക്കണമെന്ന് ദൃഢനിശ്ചയമുള്ള നൂറുകണക്കിന് സമുദായ സ്നേഹികൾ താമസിക്കുന്ന സ്ഥലമെന്ന നിലയിലും ഓഷ്യാനയിലെ ജ്ഞാനായക്കാരുടെ സംഘടനയായ KCCOയിലേക്ക് ഏറ്റവും കൂടുതൽ നാഷണൽ കൗൺസിൽ അംഗങ്ങളെ വിട്ടുതരുന്ന യൂണിറ്റ് എന്ന നിലയിലും വളരെ ഉത്സാഹത്തോടുകൂടിയും അതിലേറെ താല്പര്യത്തോടുകൂടിയും ഒരു തെരഞ്ഞെടുപ്പ് നടത്തി അതിൽ നിന്നും നാഷണൽ കൗൺസിൽ മെമ്പർമാരെ KCCOയിലേക്ക് എന്ന നിലയിലും ഓഷ്യാന ജ്ഞാനായ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ മെൽബൺ വളരെ ഉന്നതമായൊരു സ്ഥാനമാണ് വഹിക്കുന്നത്. ഇവിടെ ഇതിനു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പ് തന്നെ KCCO എന്ന സംഘടനയെ എത്ര താല്പര്യത്തോടുകൂടിയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു. ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാതെ വയ്യ. ശ്രീ സജിമോഹൻ വയലിംഗിന്റെയും സച്ചിൻ പട്ടുവാക്കിന്റെ എല്ലാ നേതൃത്വത്തിൽ ഇതിനു മുമ്പ് നടന്ന ജ്ഞാനായ കൺവെൻഷൻ, ഓഷ്യാന ജ്ഞാനായ കുടിയേറ്റന്റെ ചരിത്രം എന്തെങ്കിലും ഒരിക്കൽ പുസ്തക രൂപത്തിലാക്കുകയാണെങ്കിൽ അതിൽ തങ്കലിപികളാൽ എഴുതപ്പെടേണ്ടതായിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബർ 27, 28, 29 തീയതികളിൽ കാൻബറയിൽ വെച്ച് നടന്ന 2ാം ഓഷ്യാന ജ്ഞാനായ കൺവെൻഷൻ. അതിന് ഓഷ്യാനയിലെ ജ്ഞാനായ സമൂഹത്തിന് പ്രേരണ നൽകിയത് അതിനു മുമ്പായി ഈ മെൽബേണിൽ വെച്ച് നടന്ന 1ാം ജ്ഞാനായ കൺവെൻഷൻ ആയിരുന്നു. അതുകൊണ്ട് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ഇന്ന് തരുന്ന KCCOയ്ക്കുമല്ല, നിങ്ങൾ ഇന്ന് തരുന്ന ഈ പിന്തുണയും സ്നേഹവും വരും കാലങ്ങളിലും തുടരണമെന്നാണ് KCCO എക്സിക്യൂട്ടീവിനും നാഷണൽ കൗൺസിലിനും വേണ്ടി ഞങ്ങൾക്ക് നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുവാനുള്ളത്. 17 നൂറ്റാണ്ടുകളായി നമ്മുടെ പിതാമഹന്മാർ നമുക്കായി കരുതി വെച്ച പാരമ്പര്യത്തിന്റെ അടിത്തറ കൂടുതൽ കെട്ടുറപ്പോടുകൂടി കാത്തുസൂക്ഷിക്കുക എന്നുള്ളതും അതിലെ ഒരു മണൽത്തരി പോലും ഇളകാതെ സംരക്ഷിക്കുക എന്നുള്ളതും വരും തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട പ്രധാനപ്പെട്ട കടമയാണ്, കർത്തവ്യമാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ ഇതിനു മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ സഭയുടെയും സമുദായത്തിന്റെയും ഭാഗമാണ്. സഭയും സമുദായവും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. ഇതിലേതെങ്കിലും ഒന്നിന് കോട്ടം സംഭവിച്ചാൽ ആ നാണയത്തിന്റെ മൂല്യം തന്നെയാണ് ഇല്ലാതെയാകുന്നത്. സീറോ മലബാർ സഭയിലെ വളരെ ബഹുമാന്യനായ ഒരു ബിഷപ്പ് വർഷങ്ങൾക്ക് മുമ്പ് സൂചിപ്പിക്കുകയുണ്ടായി, ജ്ഞാനായ സമൂഹം എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ 8ാമത്തെ അത്ഭുതമാണ്. അതുകൊണ്ട് ഈ മഹാത്ഭുതത്തെ അതിന്റെ എല്ലാ പരിപാവനതയോടുകൂടി കാത്തുസൂക്ഷിക്കുക എന്നുള്ളത് അൽമായരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കർത്തവ്യമാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട വൈദികർക്കും അതിലേറെ ബഹുമാനപ്പെട്ട മെത്രാന്മാർക്കുമെല്ലാം സഭയുടെ ചട്ടക്കൂടിനകത്ത് നിന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ട് സമുദായത്തിന് വേണ്ടി ചില നിലപാടുകൾ എടുക്കുമ്പോൾ അതിൽ ഒരു പക്ഷേ വിട്ടുവീഴ്ചകളോ ഒരു പക്ഷേ മൗനമോ പാലിക്കേണ്ടി വന്നേക്കാം. പക്ഷേ നമുക്ക് അൽമാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിധികളുടെ വേലിക്കെട്ടുകളില്ല എന്ന് മാത്രമല്ല, നമുക്ക് നഷ്ടപ്പെടാനുള്ളത് നമ്മുടെ എല്ലാം കുഞ്ഞുങ്ങൾ വരും തലമുറയ്ക്ക് കരുതി വെക്കേണ്ട മഹത്തായ പാരമ്പര്യമാണ്. AD 345 പിറന്ന നാടും പിച്ചവെച്ച് നടന്ന മണ്ണും ഉപേക്ഷിച്ച് ജീവൻ പോലും പണയം വെച്ച്
72 കുടുംബങ്ങൾ സഫിയന്റെ മണ്ണിലേക്ക് കുടിയേറിയപ്പോ അവർക്ക് സ്വന്തമായി ഉണ്ടായിരുന്നത് രക്തത്തിൽ അലിഞ്ഞു ചേർന്ന മഹത്തായ പാരമ്പര്യവും വംശശുദ്ധിയും മാത്രമായിരുന്നു. അവരെ സംരക്ഷിക്കുവാൻ ക്നായിത്തോമ്പൻ എന്ന മഹത്തായ നേതൃത്വം ഉണ്ടായിരുന്നു. അവരുടെ ആത്മീയ കാര്യങ്ങൾ നോക്കി നടത്തുവാൻ ഉറഹായിലെ മാറൌസേപ്പ് ഉണ്ടായിരുന്നു. എങ്കിലും ക്നാനായ സമൂഹത്തെ മെസപ്പൊട്ടേമിയയിൽ നിന്നും കേരളത്തിലേക്ക് കൊണ്ടുവന്നത് ആരാണെന്ന് ഇന്നും ചരിത്രം രേഖപ്പെടുത്തുന്നത് അൽമായനായ ക്നായിത്തോമ്പൻ തന്നെയായിരുന്നു എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരരെ, നമ്മുടെ അൽമായർ എന്ന നിലയ്ക്ക് ഈ സമുദായം നിലനിർത്തേണ്ടത് നമ്മുടെ കൂടെ ഉദ്ദേശമാണെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കേണ്ട സാമുദായിക പ്രതിബദ്ധത നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. നമ്മുടെ സമുദായത്തിന് നേരെ ലോകത്തിന്റെ പല കോണുകളിലും പ്രത്യക്ഷമായും പരോക്ഷമായും സംഘടിതമായും അസംഘടിതമായ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അതിനെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് വരുവാനുള്ള ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തർക്കുമുണ്ട്. നിങ്ങൾക്കറിയാമെങ്കിൽ അറിയാൻ പാടില്ലാത്ത ഒരു കാര്യം പറയാം. ഒരുപക്ഷെ കുറെ ആൾക്കാർക്ക് അറിയാമായിരിക്കാം. ക്നാനായ കുടുംബത്തിൽ ജനിച്ച്, ക്നാനായ മാതാപിതാക്കൾക്ക് ജനിച്ച്, ക്നാനായ സഭയുടെ എല്ലാ സ്നേഹ പരിലാളനകളും ഏറ്റുവാങ്ങി സഭയുടെ സ്കൂളുകളിലും കോളേജുകളിലെല്ലാം പഠിച്ച് വളർന്ന് ഒരു നിലയിലെത്തി ജോലി കിട്ടി ഒരു നിലയിലായപ്പോ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് അതെന്തുമായിക്കൊള്ളട്ടെ സഭയുടെ പുറത്തു നിന്നും വിവാഹം കഴിച്ചതിന് ശേഷം കോട്ടയം രൂപതയുടെ വെളിയിൽ പോയതിനു ശേഷം ചില ആൾക്കാരുടെ ഉദ്ദേശം ഈ സമുദായത്തെ എങ്ങനെയെങ്കിലും താറടിച്ച് കാണിക്കുക, നശിപ്പിക്കുക എന്നുള്ളതാണ്. ലോകത്തിന്റെ ഒരു കോണിൽ അതിനുവേണ്ടി DNA ടെസ്റ്റുകൾ വരെ നടന്നു. 2000 വർഷങ്ങളായി നമ്മൾ തുടർന്നു വരുന്ന മഹത്തായ പാരമ്പര്യവും പൈതൃകവുമെല്ലാം വെറും കെട്ടുകഥയാണെന്നും സാങ്കല്പികം മാത്രമാണെന്നും വരുത്തി തീർക്കുവാൻ DNA ടെസ്റ്റുകൾ നടത്തുന്നവർ വരെ ഈ ലോകത്തിന്റെ കോണുകളിലുണ്ടായി. നമ്മുടെ നാട്ടിലെല്ലാം DNA ടെസ്റ്റ് നടത്തും. അതെല്ലാം മറ്റു ചില കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ്. ഈ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് നമുക്ക് പറയാനുള്ളത്, കേവലം DNA ടെസ്റ്റുകൾ കൊണ്ട് തകർക്കാനാവുന്നതല്ല മഹത്തായ നമ്മുടെ പാരമ്പര്യം എന്നാണ്. മറ്റു ചില വ്യക്തികൾ സഭയിലും സമുദായത്തിലും ഉന്നത സ്ഥാനീയരാണ്. 1911 കോട്ടയം വികാരിയത്തെ സ്ഥാപിക്കുവാൻ കത്തോലിക്ക സഭ വിശുദ്ധനായി പ്രഖ്യാപിച്ച പത്താംപിയൂസ് മാർപ്പാപ്പയുടെ തീരുമാനം തെറ്റായിരുന്നുവെന്നാണ് ഉന്നത സ്ഥാനീയനായ ഒരു വ്യക്തി അമേരിക്കയിൽ വെച്ച് പറഞ്ഞത്. പ്രിയപ്പെട്ട സഹോദരരെ, കത്തോലിക്ക വിശ്വാസത്തിൽ ജീവിച്ച് ക്രിസ്തീയ വിശ്വാസത്തിൽ വളർന്നു വരുന്ന നമ്മളെല്ലാവർക്കും പഠിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, മാർപ്പാപ്പമാർ അതാത് കാലഘട്ടങ്ങളിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചും കൃത്യമായ ആലോചനകൾ നടത്തിയും ദൈവവുമായിട്ട് നേരിട്ട് ആശയ സംയോഗം നടത്തിയുമാണ് തീരുമാനങ്ങൾ എടുക്കണമെന്നാണ്. അതുകൊണ്ട് 1911 കോട്ടയം വികാരിയത്തെ സ്ഥാപിക്കുവാനുള്ള വിശുദ്ധ പത്താംപിയൂസിന്റെ തീരുമാനം ദൈവത്തിന്റെ തീരുമാനമാണെന്ന് പറയുവാൻ ക്നാനായക്കാരായ നമ്മൾ ഒരു രീതിയിലും മടിക്കേണ്ട കാര്യമില്ല. അത്രയും മഹത്തായ ഒരു ദൈവ തീരുമാനത്തെ അബദ്ധം പറ്റിയതാണ്, തെറ്റുപറ്റിയതാണെന്ന് പറഞ്ഞാൽ ക്നാനായ സമുദായത്തെ അധികമായി സ്നേഹിക്കുന്ന ഏതെങ്കിലും വ്യക്തി ഈ ഉന്നത സ്ഥാനീയന്റെ മുഖത്ത് നോക്കി നികൃഷ്ടജീവി എന്ന് വിളിച്ചുവാൻ അവരെ കുറ്റപ്പെടുത്തേണ്ട കാര്യവുമില്ല. പ്രിയപ്പെട്ട സഹോദരരെ, ഇത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി സഭയുടെയും സമുദായത്തിന്റെയും വളർച്ചയ്ക്ക് വേണ്ടി മുന്നോട്ട് വരിക എന്നുള്ളതാണ് ഇനിയുള്ള കാലങ്ങളിൽ നമ്മുടെ പ്രധാനപ്പെട്ട കർത്തവ്യം. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട വൈദികരെയും നമ്മുടെ പിതാക്കന്മാരെയും ബഹുമാനിക്കുവാനും ആദരിക്കുവാനും നമ്മൾ പഠിക്കണം. പരസ്യമായോ രഹസ്യമായോ, വീടുകളിലിരുന്നോ സമൂഹത്തിലിരുന്നോ നമ്മുടെ വൈദികരെയും നമ്മുടെ പിതാക്കന്മാരെയും കളിയാക്കി സംസാരിക്കുക, അവരുടെ കുറ്റം പറയുക തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ തീർത്തും ഒഴിവാക്കുക. ഈ അടുത്തിടെ വേദനയുണ്ടായ ഒരു കാര്യമാണ്, അമേരിക്കയിൽ നിന്നിറങ്ങിയ ഒരു ഓൺലൈൻ പത്രത്തിൽ ഒരു കാർട്ടൂൺ ഇറങ്ങി. ആ കാർട്ടൂണിന്റെ ഒരു ചിത്രം ഇതായിരുന്നു: ഒരു കശാപ്പ് കട. ആ കശാപ്പ് കടയിലെ ഏറ്റവും വലിയ കശാപ്പുകാരനായി ചോരയൊലിക്കുന്ന വസ്ത്രങ്ങളുമായി വലിയ ഒരു ആയുധം കൈ പിടിച്ച് നമ്മുടെ വലിയ പിതാവ് നിൽക്കുന്നു. കൊന്നു നിലത്തിട്ടിരിക്കുന്നത് ക്നാനായ സഭയെ. നിലത്ത് ഈച്ചയാട്ടി സഹായിയായി ചോരയൊലിക്കുന്ന വസ്ത്രവുമായി ചിക്കാഗോയിൽ ഒരു ക്നാനായ വൈദികൻ. എന്തൊരു അസംബന്ധമാണിതില്ല. നമ്മുടെ വൈദികരെയും നമ്മുടെ പിതാക്കന്മാരെയും ഓൺലൈൻ മാഗസിൻ വഴിയും മഞ്ഞപ്പത്രങ്ങൾ വഴിയും ഫേസ്ബുക്കുകൾ വഴിയും അപമാനിക്കാൻ ശ്രമിക്കുന്നത് മലർന്നു കിടന്ന് തുപ്പുന്നതിന് തുല്യമായിരിക്കുമെന്നാണ് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. അവരെടുക്കുന്ന നിലപാടുകൾ,
ക്നാനായ സമൂഹത്തിലെ അതാത് പ്രദേശങ്ങളിലെ അൽമായ നേതൃത്വം എടുക്കുന്ന നിലപാടുകൾ ഒരുപക്ഷെ സമുദായത്തിന്റെ വളർച്ചയ്ക്ക് പറ്റിയതല്ല എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അവരോട് അത് തുറന്ന് സംസ്കാരിക്കാനുള്ള വേദി സഭയും സമുദായവും സംഘടനകളും ഒരുക്കി തരുന്നുണ്ട്. എന്തുകൊണ്ട് അത്തരം വേദികളിൽ നിങ്ങൾക്ക് അവരോട് തുറന്ന് സംസാരിച്ചുകൂടാ? ഇതുപോലെ പരസ്യമായി അപമാനിക്കുകയാണോ ചെയ്യേണ്ടത്? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരരെ, നമ്മുടെ സമുദായ നേതൃത്വം, നമ്മുടെ സഭാ നേതൃത്വം എന്തെങ്കിലും കാര്യത്തിൽ തെറ്റുകുറ്റങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, സമുദായത്തെ ആക്രമിക്കുന്ന വിഷയങ്ങളിൽ മൗനം പാലിച്ചാൽ, ഇറാഖിലും സിറിയയിലുമെല്ലാം ഐസിസ് തീവ്രവാദികൾ വധിക്കാൻ കൊണ്ടുപോകുന്ന ബന്ദികളെ പോലെ മൗനികളായി തലകുനിച്ചിരുന്നാൽ എന്തുകൊണ്ടാണ് നിങ്ങൾ മൗനികളായിരിക്കുന്നത്? സഭയുടെയും സമുദായത്തിനും വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വം എന്ന് അവരോട് ചോദിക്കുവാനുള്ള ബാധ്യത നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. നട്ടെല്ലില്ലാത്ത നേതൃത്വമാണെങ്കിൽ നട്ടെല്ലിന്റെ സ്ഥാനത്ത് ഒരു കപ്പത്തട്ടെങ്കിലും കെട്ടി നിവർന്ന് നിന്ന് സമുദായത്തിനു വേണ്ടി പോരാടുവാൻ നിങ്ങൾ അവരോട് മടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. പ്രിയപ്പെട്ട സഹോദരരെ, അതുകൊണ്ട് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ KCCO എടുക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും KCCOയുടെ നിലപാടുകളും ശരിയുടെയും സത്യത്തിന്റെയും പക്ഷത്തിൽ നിന്നുകൊണ്ട് ക്നാനായ പക്ഷ നിലപാടുകളായിരിക്കും സ്വീകരിക്കുക. അതിനുവേണ്ടി കോട്ടയം രൂപതയിലെ നമ്മുടെ ബഹുമാനപ്പെട്ട ബിഷപ്പുമാരുടെയും നമ്മുടെ പ്രിയങ്കരായ വൈദികരുടെയും ആശീർവാദത്തോടുകൂടിയും അനുഗ്രഹത്തോടുകൂടി കൂടി നിങ്ങളെ എല്ലാവരുടെയും പിന്തുണയോടുകൂടിയുള്ള പ്രവർത്തനങ്ങളായിരിക്കും KCCO വരും കാലഘട്ടങ്ങളിൽ ആസൂത്രണം ചെയ്യുന്നത്. ശ്രീ സജിമോൻ വരവുകാലയുടെ നേതൃത്വത്തിൽ ജന്മം കൊടുത്ത് ശ്രീ സജി വയലിംഗിന്റെയും സച്ചിൻ പട്ടുമാക്കലിന്റെയും എല്ലാം നേതൃത്വത്തിൽ ഇങ്കും പാലും കൊടുത്ത് വളർത്തി വലുതാക്കി പിച്ച വെച്ച് നല്ല ആരോഗ്യമുള്ള കുട്ടിയാക്കി KCCO ഇന്ന് ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇതിനെ വളരെ മികച്ച ഒരു സംഘടനയായി വളർത്തിക്കൊണ്ട് വരേണ്ട ഉത്തരവാദിത്വം ഇനി വരുന്ന KCCO നേതൃത്വത്തിനാണ്. ഓഷ്യാന സമൂഹത്തിലെ പസഫിക്കിന്റെ തീരങ്ങളിലുള്ള മുഴുവൻ ക്നാനായ സമൂഹങ്ങളെയും ഒരു കുടക്കീഴിലാക്കി നമ്മുടെ മുദ്രാവാക്യമായ തനിമയും ഒരുമയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലോക ക്നാനായ സമൂഹത്തിൽ തന്നെ മാതൃകയായ ഒരു പ്രവർത്തനം നടത്തുവാൻ KCCOയെ നിങ്ങളെല്ലാവരും സഹായിക്കണം. നിർഭാഗ്യവശാൽ ലോകത്തിന്റെ ചില കോണുകളിൽ കാണുന്നത് പോലെ ക്നാനായ സമുദായ സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കേവലം അപ്പനാദേശിലോ ക്നാനായ വോയ്സിലോ ചിത്രങ്ങളും വാർത്തകളും അച്ചടിച്ചു വരിക എന്നത് മാത്രമാണെന്നും സഭാ സാമുദായിക കലാ സാംസ്കാരിക നേതൃത്വങ്ങളുടെ ഒപ്പം നിന്ന് ചിത്രങ്ങളെടുത്ത് വാർത്താ മാധ്യമങ്ങളിലും ഫേസ്ബുക്കിലും ഇടുന്നത് മാത്രമാണെന്ന് കരുതുന്ന അല്പന്മാരുടെ കൂട്ടത്തിലേക്ക് KCCO നേതൃത്വം ഉണ്ടാവുകയില്ല എന്ന് നിങ്ങൾക്ക് വാക്ക് തരുന്നു. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, എനിക്ക് അതിനുള്ള അനുവാദം നിങ്ങളുടെ പ്രസിഡന്റ് തന്നിട്ടുമില്ല. അതുകൊണ്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി KCCOയുടെ ആശംസകൾ നേരുകയാണ്. അതോടൊപ്പം ഞാൻ പ്രതികരിക്കുന്ന ബ്രിസ്ബേൺ ക്നാനായ കാത്തോലിക് കമ്മ്യൂണിറ്റിയുടെ എല്ലാവിധ അഭിമാനങ്ങളും നേർന്നുകൊണ്ടും കഴിഞ്ഞ യൂത്ത് ക്യാമ്പിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ പ്രസാദ് പീറ്റർ തോട്ടപ്ലാക്കിൽ കുട്ടികളോടായി പാടിയ ഒരു കവിതയുടെ 2 വരികൾ എടുത്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ക്രിസ്ത്യാനി എന്ന് പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, ക്നാനായക്കാരൻ എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. നന്ദി, നമസ്കാരം.